ഈ ആശുപത്രികളിൽ നിന്ന് ചികിത്സാ പിഴവിന്റെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സർക്കാർ ആശുപത്രികളിൽ നിന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഒരുപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പത്തനംതിട്ടയിൽ നിന്നാണ് കോഴഞ്ചേരിയിൽ, അവിടെയാണ് ചികിത്സയിലിരിക്കെ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്നുള്ള പരാതി ഉയരുന്നത്. ആങ്ങമൂഴി സ്വദേശി മായയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് പരാതി. നന്ദുഷയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നന്ദുഷ, എന്താണ് ഇവർക്ക് സംഭവിച്ചത്? എന്താണ് ഈ ബന്ധുക്കൾ പരാതിയിൽ പറയുന്നത്? ജിൽസി, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആങ്ങമൂഴി സ്വദേശിയായ മായയെ പത്തനംതിട്ട കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആദ്യ ശസ്ത്രക്രിയ നടത്തുന്നത്. ഗർഭപാത്രത്തിലെ മുഴയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത്. എന്നാൽ തുടർച്ചയായ ദിവസങ്ങളിൽ മായയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും സ്കാനിങ്ങിന് വിധേയമാക്കുകയായിരുന്നു. ഈ സ്കാനിങ്ങിലാണ് ആദ്യ ശസ്ത്രക്രിയയിൽ കുടലിന് മുറിവേറ്റതായി കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിനെ തുടർന്ന് ഇന്നലെ വീണ്ടും ഒരിക്കൽ കൂടി ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. ഈ ശസ്ത്രക്രിയയെ തുടർന്ന് വീണ്ടും ആരോഗ്യസ്ഥിതി അതിലേറെ മോശമാവുകയും വെന്റിലേറ്ററുടെ സഹായത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ബന്ധുക്കൾ തുടർന്ന് 8 മണിയോടുകൂടി, ഇന്നലെ രാത്രി 8 മണിയോടുകൂടി മായയ്ക്ക് മരണം സംഭവിക്കുകയുമായിരുന്നു. ഏതായാലും ബന്ധുക്കൾ നിലവിൽ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആശുപത്രി അധികൃതരെ. എന്നാൽ ആശുപത്രിയുടെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത് മായയുടെ സ്ഥിതി അതീവ സങ്കീർണതകൾ നിറഞ്ഞ നിലയിലൂടെ ആയിരുന്നു കടന്നുപോയത്. ശസ്ത്രക്രിയ സമയത്തും അതിലേറെ സങ്കീർണതകൾ ഉണ്ടായിരുന്നു. ഇതാണ് മായയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് തന്നെ ഈ സങ്കീർണതകളെല്ലാം ബന്ധുക്കളെ ബോധ്യപ്പെടുത്തിയിരുന്നെന്നും ആശുപത്രിയുടെ PR വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. തീരത്തോട് പഞ്ചായത്തിലെ ആങ്ങാമൂഴി വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ ഭാര്യ കൂടിയാണ് മായ. ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ബന്ധുക്കളുടെ പരാതിയിൽ എല്ലാവിധ സഹകരണവും ഉണ്ടാകുമെന്ന് ആശുപത്രി അറിയിച്ചിട്ടുണ്ട്.